ആയിട്ടുള്ള നമുക്ക് മസാല പഴംപൊരി ഉണ്ടാക്കാം. അതിന് ഞാൻ മൈദപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടിട്ടാണ് മസാല കൂട്ട് ഉണ്ടാക്കിയത്. നല്ല മസാല കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴുത്ത പഴമാണ് കേട്ടോ. പഴുത്ത പഴത്തിൻ്റെ ആ മധുരവും പിന്നെ ആ സ്പൈസിൻ്റെ ആ മുളകും കൂടിയിട്ട് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഞാൻ സവാള അരിഞ്ഞിട്ടുണ്ട്. വലിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അത് അതിൽ കൂടി മുക്കി പൊരിച്ചിട്ടാകുമ്പോൾ നല്ല അതിൽ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പഴം നമുക്ക് അതിലേക്ക് ഇടാം. ഇട്ടിട്ട് ഓരോന്ന് ഉള്ളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. പഴം ഞാൻ ഓരോന്നും മാവിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അതിന് മേലെ നമുക്ക് സവാളയും കൂടി ഇടാം. നമ്മുടെ എണ്ണ ചൂടായി കേട്ടോ. എണ്ണ ചൂടായി. ഇനി നമുക്കത് മാവിലെ മുക്കി ഇടാം. ഓരോന്ന് ഞാൻ മുക്കിയെടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് നമുക്ക് കുറച്ച് സവാള ഇങ്ങനെ വിതറി കൊടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് സവാള രണ്ട് സൈഡ് ആഡ് ചെയ്യാം. നമുക്ക് മാവിലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് നമുക്ക് സവാളയിൽ നിന്ന് ഇട്ട് കൊടുത്ത് പഴത്തിൻ്റെ മേലേക്ക് സവാള ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇടാം. കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നാലെണ്ണ ആക്കി ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് അതിലേക്കിട്ട് ഇടാം പഴത്തിലേക്ക്. അറിയില്ല കേട്ടോ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുന്നതാണ്. നമുക്ക് പഴംപൊരി മസാലയൊക്കെ ഇട്ട പഴംപൊരി, സവാളയൊക്കെ ഇട്ട പഴംപൊരി മൊരിയുന്നുണ്ട്. നമുക്കിത് നല്ല കുട്ടപ്പനായിട്ട് മൊരിഞ്ഞ് കിട്ടട്ടെ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.